Aliens. ഒന്നും വലിപ്പം ചെറുതാണല്ലോ. എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്? കഴിക്ക്. എനിക്ക് വേണ്ട റൊണാൾഡേ. വേണ്ടാന്നോ? അങ്ങനെ പറഞ്ഞ പറ്റത്തില്ല. നമ്മ മുട്ടനാവണ്ടേ? ഒരു കാഞ്ചി മുട്ട എടുത്ത് കഴിക്കും. മുട്ടയും വേണ്ട. മുട്ടയും വേണ്ടേ? എന്ത്? ഞാൻ ഇനി കഴിച്ച ഛർദിക്കും. എനിക്ക് പോയി കൈ ഇടൂ. ചെല്ലോ, പോയി കൈ ഇടൂ. അമ്മ വഴക്ക് പറയും കഴിച്ചില്ലെങ്കിൽ. ഇല്ലെങ്കിൽ കഴിക്ക്. വേണ്ടാന്ന്. ഇപ്രാവശ്യം ഞാനൊന്ന് മുട്ട കഴിച്ച് സഹായിക്കാം പറഞ്ഞ് എപ്പോഴും എപ്പോഴും വരരുത് കേട്ടോ. അത് കഴിക്കും. ഫുള്ള് കഴിക്കണം കേട്ടോ. കഴിക്കുക. ഇതാ കഴിക്ക്. വേണ്ട. ഇതും കൂടെ കഴിക്കോ? ഞാൻ കഴിക്കാനോ? എപ്പോഴും എപ്പോഴും എൻ്റെ അടുത്ത് നീ സഹായം പ്രതീക്ഷിക്കരുത്. ഈ ഒരു തവണ മാത്രം. പിള്ളേർ ഇങ്ങനെ അങ്ങോട്ടായാലും എന്ത് ചെയ്യും? മുട്ടലാവണ്ടേ? എന്തോ ഞാൻ കഴിച്ചു കഴിഞ്ഞേ. ആണോ? എന്റെ അമ്മേ, കഴിച്ചു. ഫുള്ള് കഴിച്ചാ? ഞാൻ വിചാരിച്ചു ഇത്തിരി ബാക്കി വെക്കൂന്ന്. മിടുക്കനാണല്ലോ അമ്മയുടെ മോൻ. ഇഷ്ടപ്പെട്ടാ? ആണോ? അപ്പൊ അമ്മ നാളെ ഉണ്ടാക്കി തരാം കേട്ടോ. വേണ്ട. എന്താ? നാളെ വേണ്ട. നാളെ വേറെ ഏതെങ്കിലും കറി മതി. മുട്ടക്കറി വേണ്ടേ? വേണ്ട. എന്നാ നാളെ വേറെ എന്ത് കറി വേണം മക്കൾക്ക്? വേറെ എന്ത് കറി വേണം? ബീഫ് വേണമെന്ന് പറയടാ. എനിക്ക് ഇഷ്ടമില്ല. നീ ആണോ കഴിക്കുന്നത്? ഞാനല്ലേ കഴിക്കുന്നത്. ബീഫ് വേണമെന്ന് പറ. ബീഫ്. എന്താ ബീഫ് എന്തിന്? നാളെ കറി വയ്ക്കാൻ. കുഞ്ഞുങ്ങളിപ്പോ കഴിച്ചു വളരേണ്ട സമയമില്ലയോ തങ്കം ചേട്ടത്തി? അവര് പറയുന്ന മേടിച്ചു കൊടുക്കും. അതിന് ഇവന് ബീഫ് ഇഷ്ടമല്ലായിരുന്നല്ലോ. ഇവന് ബീഫ് ഇഷ്ടമല്ല. ഇവൻ ബീഫ് തിന്നാ അവന് ചൊറിയൂന്ന് പറയുന്നത്. അല്ല, എനിക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ട്. ആണോ? നാളെ നീ കഴിച്ചു കഴിഞ്ഞില്ലേ ഇതുവരെ? ഞാൻ ഇങ്ങനെ ഇവന്റെ കഴിപ്പ് കണ്ടോണ്ട് നോക്കിയിരിക്കുവായിരുന്നു. അപ്പൊ എന്നാലും ഇത് ഭയങ്കര അത്ഭുതമായിപ്പോ. ഇങ്ങനെ കഴിച്ച അമ്മയ്ക്ക് എന്ത് ആശ്വാസമുണ്ട്. എന്ത് കൊടുത്താലും തിന്നൂല. വെള്ളം വേണോ ഇനി? വെള്ളം വേണോ? ഞാൻ രാവിലെ പാളയ മാർക്കറ്റിൽ പോകുന്നുണ്ട്. ബീഫിന്റെ പൈസ തന്നെ മേടിച്ചോണ്ട് വരാമോ? ഇപ്പൊ കൊതി പറഞ്ഞാ പിന്നെ മതിയാ? നിനക്ക് വല്ലതും വേണോ ഇനി? ഒന്നും വേണ്ടത് മതി. ആണോ? അമ്മ എന്നാ ഒരു ഗ്ലാസ് പാലും കൂടെ തരട്ടെ കുഞ്ഞിന്? പൊന്നേ, ഒരു ഗ്ലാസ് പാലും കൂടി തരട്ടെ? നീ എന്താ ആലോചിക്കുന്നത്? പാലും കൂടി തരട്ടെ? പാല് വേണോ ഇപ്പോ? ഇതൊക്കെ വേണോ വേണോന്ന് ചോദിക്കണോ? കൊണ്ട് കൊടുത്തൂടെ? ഒന്ന് നിർബന്ധിച്ച കഴിക്കൂലേ കുഞ്ഞു? കുടിച്ചില്ലെങ്കി പിന്നെ വെറുതെ മെനക്കേട്. ഒക്കെ കുടിക്കും. കൊടുത്തു നോക്കൂ. കൊണ്ടോ? കഴിഞ്ഞാ? എന്നാ ഇപ്പൊ എടുക്കാട്ടാ പാല്. അതും അമ്മേനെ ഞെട്ടിക്കണം. ഫുള്ള് കുടിച്ചിട്ട് അമ്മേനെ കാണിച്ചു തരണം കേട്ടാ. മറ്റന്നാ ചിക്കൻ വേണോന്ന് പറയണം. ചിക്കൻ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവൂലേ? ഒന്നും മനസ്സിലാവത്തില്ല. ഞാൻ പഠിപ്പിക്കാൻ എന്റെ കാര്യങ്ങളൊക്കെ. എന്റെ കൂട്ട് വലിച്ചു വരി കഴിക്കല്ലേ? ഭയങ്കര തടി വരും. ഇങ്ങനെ പോയാൽ മതി. മഴ തൊണ്ടക്കുടിയൊക്കെ ഭയങ്കര വേദന. മതി 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 മതിയല്ലേ? കുറച്ച് ചായ എടുത്ത് കടുപ്പത്തിനുണ്ട് ഡാഡി. ഞാൻ വെച്ചോളാം. വെള്ളേ. അയ്യോ, നീയും കൂടെ കഴിച്ചിട്ട് പോകും മോളെ. വേണ്ടമ്മേ, ചായ അടുപ്പത്തിരിക്കുന്നു. അതുപോലെ ആ മീൻകറിയും കൂടെ വെക്കട്ടെ. ഇന്നലെ തന്നെ കിട്ടിയപ്പോൾ തന്നെ അതൊരു ചീത്ത മീനായിരുന്നു. എപ്പോഴെങ്കിലും വെച്ചില്ലെങ്കിൽ അത് ശരിയാവത്തില്ല കേട്ടോ. മാർക്കേ, നിങ്ങൾ കഴിച്ചു. എനിക്കിപ്പോൾ വേണ്ട. ആ മഴയ്ക്ക് എടുത്തിട്ട്
കഴിച്ചിട്ട് പോടാ. അല്ലമ്മ സ്റ്റേഷനിലായിരിക്കാമേ അത്യാവശ്യം വിളിച്ചിട്ട് പിന്നെ ചെന്നില്ല പിന്നെ അതായിരിക്കും പിന്നെ പരാതി. നോക്കി നടക്കണ്ടേ? കുഴപ്പമില്ല, ഒരു കാലൊന്ന് തട്ടിയായിരുന്നേ. നീ അമ്മയുടെ ആ തൈലം കിടക്കോടി, തൈലം കുഴപ്പമല്ലോ. ഏട്ടാ എന്റെ കൈ ഒഴിവല്ലേ ഏട്ടാ, അമ്മയോട് പറയിച്ചിട്ട് മരുന്നിട്ട് വരാൻ. എടാ ഇങ്ങോട്ടുവാടാ, ഞാൻ ഒഴിക്കാടാ, നീ ഒഴിച്ചാ പോവടാ. അത് കുഴപ്പമില്ല, ഞാൻ ഒഴിച്ചിട്ട്. ഇത് എന്തൊരു പാടാ, ഒഴിക്കെന്നാ ഒഴിക്ക്. കണ്ടാ കണ്ടാ കണ്ടാ, ഞാനേ ഇല്ലാത്ത കാശ് മുടക്കി. ഞാൻ വലുതാവുമ്പോഴേ വലിയടുത്ത് പോകുമ്പോ എനിക്ക് ചായ ഉണ്ടായി കുടിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഉണ്ടായി പഠിക്കട്ട്. അയ്യോ വലിയ കാര്യമായി പോയി. നീ ഇറങ്ങി പോയിക്കേ, ഇവിടെ തീയൊക്കെ കത്തിക്കാൻ പോവാ ഞാൻ. പോ. അമ്മ ഇപ്പൊ തീരെടുത്തല്ലേ ഇരിക്കുന്നെ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ദൈവം ഇത് ഏത് നേരത്താണോ ആവോ. എന്തമ്മ? ഒന്നുമില്ലാട്ടാ അമ്മയുടെ പൊന്ന്. ഇത് ഞാൻ ഇടാം. തലക്കെട്ടി ഞാൻ മുട്ട് തന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നീ വേറെ വല്ല പണിക്കും പോയാടെ ചെറുക്കാ. നീ ഞാൻ ഇത് ഇടാം. നിനക്ക് അറിഞ്ഞൂടെ ഇത് ഇടാൻ? അതുകൊണ്ട് കുറച്ച് കോരി അങ്ങ് ഇട്ടാ പോരെ. കുറച്ച് കോരി അങ്ങോട്ട് ഇടുകയല്ലേ. നീ ഇങ്ങോട്ട് ഇറങ്ങിക്ക മക്കള്. എനിക്ക് ഉണ്ടാക്കണം. എന്നാ ആവട്ടെ, തിളക്കട്ടെ ആദ്യം. എടാ റൊണാൾഡേ, എടാ എടാ ഈ കൊച്ചിനൊന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോയിക്കേടാ ഇച്ചിരി നേരം. വേണ്ട, ഇവനൊന്നും ചെയ്യാൻ സമ്മതിക്കണില്ല. പാല് മുഴുവൻ അവിടെ ഇട്ട് ഇവനെ കൊണ്ട്. എന്ത് മനുഷ്യന് സ്വസ്ഥമായിട്ടിരുന്ന ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ലേ? നീ എന്ത് കാര്യം ഇത്ര നേരം സ്വസ്ഥമായിട്ട് ചെയ്തോണ്ടിരുന്നത്? അതേ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇങ്ങനെ. എനിക്ക് പേര് സംഭവം ഇവൻ ഇത് കണ്ടോ, പാലിട്ട് കൊണ്ടുപോയിക്കാം അവനെ. എവിടെ കൊണ്ടുപോകാന്? മക്കൾക്ക് എവിടെ പോണം? എനിക്കിത് ഉണ്ടാക്കണം. എന്താ ഉണ്ടാക്കണം? ഇത് അവന് വലുതാകുമ്പോ എവിടെ പോയി ചായ ഇടാനാന്ന്? ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്നത്. കൊച്ചിന് എന്ത്? ബാ, എന്റെ കൂടെ ബാ, ഒരുത്തരെ പോണം. എവിടെ? ഐസ്ക്രീം മേടിച്ചു. ആ 2 എണ്ണം വേണം. ആ തരാം, ബാ, 2 എണ്ണം തരാം. 2 എണ്ണത്തിന്റെ കുറവുണ്ട്. എടാ പോടാ, ശരി മക്കളെ അല്ലേ. നല്ല എഴുതനുണ്ടല്ലേ. അതെങ്ങനാ നോക്കിയും കണ്ടും നടക്കൂല. ചാടിപ്പരണ്ട് എടുത്ത് കസേര അങ്ങോട്ട് അകത്തോട്ട് കയറ്റി വെക്കണല്ലേ സാധാരണ, ഇച്ചിരി ബാക്കിലോട്ട്. അതാ നല്ലതാ, നല്ല തട്ടി. അത് മാറുമ്മ, ഇനിയിപ്പോ വേറെ വലിയ കുഴപ്പമൊന്നുമില്ലണ്ടേ. നല്ല തട്ടാ. മാമ ഓ ഐസ്ക്രീം എവിടെ? ഐസ്ക്രീമാ? ഇവിടെ എവിടെ ഐസ്ക്രീം? ഇവിടെ എവിടെ ഐസ്ക്രീം മക്കളെ? പിന്നെ റൊണാൾഡോ പറഞ്ഞല്ലേ ഇവിടെ ഉണ്ടെന്ന് ഐസ്ക്രീം. എന്റെ പൊന്നു മക്കളെ, ഈ റൊണാൾഡോ അങ്കിൾ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കും? എന്റെ പൊന്നിന് കുറച്ച് ബുദ്ധിയും വിവരവും ബോധമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. നഷ്ടായി. എനിക്ക് ഐസ്ക്രീം വേണം. ഒച്ചോടാ അമ്മ ഇവിടെ എന്ത് ചെയ്യുമ്പോ ഇനിയിപ്പോ ഈ ഇത് നല്ലൂന് സൈൻ മേടിച്ച തേൻമുട്ടായി ഇരിപ്പുണ്ട്. ആ നേരാണല്ലോ, തേമുട്ടായി ഇരിപ്പുണ്ട്. വാ അമ്മൂമ്മ എടുത്ത് തരാം. എനിക്ക് തേങ്ങ മുട്ടായി വേണ്ട, എനിക്ക് ഐസ്ക്രീം തന്നെ വേണം. ചേട്ടാ കണ്ടില്ലേ, മേടിച്ചു കൊടുത്തല്ലേ വിപ്ലവം ഉണ്ടാക്കും. അതുകൊണ്ടാ പൈസ പോയി മേടിച്ചോണ്ട് വരാം. നിനക്കാണല്ലടാ കുഴപ്പം. ഞാൻ എന്തോ ചെയ്യാനാ പറ്റും? പിള്ളേർ ചിലപ്പോൾ പിടിച്ച് നമ്മള് വലിയൊരു നോക്കിയിരിക്കാൻ പറ്റും. പൈസ എടുത്ത് മേടിച്ചു കൊടുക്കണ്ടേ? ഓണോ കപ്പോ ഏതാണ്? ഏതെങ്കിലും ഐസ്ക്രീം മതി, എനിക്ക് ഐസ്ക്രീം മതി. കലിപ്പാണ്. കലിപ്പടേ കൊണ്ട് തരാം. തണുപ്പത്ത് അങ്ങനെ ഐസ്ക്രീം അധികം കഴിച്ചൂടാ കേട്ടാ. ഇനി ഞാൻ വേണേ തേമുട്ടായി കഴിക്കാം. ചേട്ടാ നീ ബുദ്ധിമാൻ തന്നെയാണ് അവൻ. എടുത്ത് തരാം. കുഴപ്പമില്ല കുഴപ്പമില്ല, ഇതിപ്പോ അങ്ങ് മാറും. ഒരു ഒന്നുമില്ല, കുഴപ്പമില്ല. ഹലോ, ആ വിളിച്ചായിരുന്നല്ലേ? അയ്യോ അയ്യോ അയ്യോ, ഇല്ലല്ലേ ഞാനതിൻ്റെ നേരത്തെ നീയാണോ വിളിച്ചത്? ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോൺ എടുക്കാനായിട്ട് എഴുന്നേറ്റപ്പോൾ കാല് നേറി തട്ടി. അത് കാരണം പിന്നെ ഇപ്പം അമ്മ തൈലം ഇട്ട് തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ എന്തായി? അച്ഛനെങ്ങനെയുണ്ട് ഇപ്പോൾ? ഓ ആണോ? ഒരുപാട് പൈസ ചിലവുണ്ടല്ലേ? ആ ഇതെന്തോ ഇതില നിന്റെ കാല്? ഇത് ഒന്ന് തട്ടിയതാ. ഇരിക്കാൻ പോയി. അമ്മ വന്നില്ലേ? ഓ
ഞാൻ വെറുതെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാ. ആണോ അമ്മാവനാ? അമ്മാവൻ ബാലരാമപുരത്ത് വരെ പോയി. അവിടെ എന്തോ ഒരു കർഷകരുടെ മീറ്റിങ്ങോ വിളവെടുപ്പ് എങ്ങനെ നടത്താന്നുള്ള ചർച്ചയൊക്കെയാ. എടാ ഞാൻ വെറുതെ വന്നതല്ല, നിന്നെ 1-2 ദിവസമായിട്ട് നിന്നോടൊരു കാര്യം പറയണമെന്നുണ്ട്. അത് ഫോണിൽ കൂടെ സംസാരിച്ച അതിന്റെ സീരിയസ്നെസ് കിട്ടാതെ പോകും. അല്ല നീ ഇതപ്പോ ഒന്ന് ഇപ്പൊ വന്നേ ഉള്ളു ചേച്ചി. അല്ല അവൻ വന്നില്ലേ? ഇല്ല ചേച്ചി, ബാലരാമപുരത്ത് കർഷകരുടെ മീറ്റിങ്ങിന് പോയേക്കുവാ. അവൻ ഇപ്പൊ എന്തിനാ ബാലരാമപുരത്ത് പോണത്? ഈ കർഷകരുടെ മീറ്റിങ്ങിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് അമ്മാവൻ പോണത് നല്ലതാണ്. കാരണം അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി ചർച്ച ചെയ്യുമ്പോഴല്ലേ പുതിയ അറിവുകൾ ഉണ്ടാവുള്ളൂ. അമ്മായി ഇപ്പൊ ഒന്ന് ഇപ്പൊ വന്നേ ഉള്ളു മോളെ. ആണോ? ചായ എടുക്കട്ടെ? വേണ്ട, ഞാൻ അവിടെ ഒന്ന് കുടിച്ചോളാം. എന്നാട്ടാ ഈ കട്ടമതേക്ക് കുടിക്കാം? വേണ്ട, നീ കുടിച്ചോ, ഞാൻ അവിടെ പോയി കുടിച്ചോളാം. ഇത്തിരി കൂടെ പഞ്ചസാര ഇടായിരുന്നു. അമ്മയ്ക്ക് പഞ്ചസാര ഉണ്ട്? എനിക്ക് മധുരം ഇട്ടിട്ടില്ല. അല്ല എനിക്ക് കിട്ടില്ല. മധുരം ഇട്ട് കുടിക്കാത്തതാ നല്ലത്. മധുരം ഇട്ടേ കൂച്ചു ഈ വരുന്ന സൂക്കേട്ടുകളൊന്നും പോരെ. ഇനി മധുരം ഇട്ട് കുടിക്കാത്ത കുഴപ്പമില്ല. മധുരം പോരെ? മതി മതി. അമ്മ എന്നിട്ട് എപ്പോ വരുമെന്ന് പറഞ്ഞ്? സത്യം പറഞ്ഞാൽ അങ്ങേരെങ്ങും പോയിട്ടില്ലടി, വീട്ടിലുണ്ട്. ആ ഞങ്ങൾ തമ്മിൽ 2 ദിവസമായിട്ട് കുറച്ച് പ്രശ്നത്തിലാ. എന്തുറ്റി? അങ്ങേരുടെ സ്വഭാവം നിനക്ക് അറിയത്തില്ലേ, ഞാൻ വെച്ചു കൊടുക്കുന്നൊന്നും കഴിക്കത്തില്ല, പുറത്തുനിന്നാ ഊട്ടി. പുറത്തുനിന്നാണോ തീറ്റയൊക്കെ? ആ നിനക്കറിയാലോ അങ്ങേർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ശ്വാസം മുട്ടലും തുമ്മലും ഒക്കെ വരുന്നേല്ലയോ. ഇപ്പൊ തണുപ്പും കൂടെ അല്ലേ? ആ 2 ദിവസം മുന്നേ അത് വന്നടി. ഞാൻ വലിയ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. ഞാൻ പറഞ്ഞു ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ അങ്ങ് ശരിയാവുമെന്ന് പറഞ്ഞു. രാത്രിയായപ്പോൾ എൻ്റെ കൊച്ചി അതങ്ങ് കൂടി. ഞാൻ അതിനെ പറഞ്ഞു ഈ പാരസെറ്റമോളിന്റെ അലർജിയുടെ ഒക്കെ ഗുളിക എടുത്തു കൊടുത്തപ്പോൾ എന്നെ കുറേ ചീത്ത, ഞാൻ ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടാന്ന് പറഞ്ഞത് എടുത്തങ്ങ് എറിഞ്ഞു. എന്നിട്ട് തനിയെ പോയി എടുത്ത് കഴിച്ചു. ഇപ്പൊ എന്നോട് ഒട്ടും മിണ്ടത്തില്ല. ഞാനത് കനകനോട് പറഞ്ഞു ഒന്ന് ഉപദേശിപ്പിക്കാൻ വേണ്ടി വന്നതാ. എങ്ങനെയാണ് ഈ സ്വഭാവത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നേ? അത് കൊള്ളാം. മരുന്നെടുത്ത് കൊടുത്തല്ലേ, ഇപ്പൊ അതെടുത്ത് എറിയേണ്ട ആവശ്യം. എടി എടുത്തു കൊടുക്കുന്ന ഇത്രയും പ്രായമായില്ലോ, അങ്ങേർക്ക് അറിയത്തില്ലോ അങ്ങേരുടെ മരുന്ന് എവിടെ ഇരിക്കുന്നതെന്ന്. അങ്ങ് എടുത്ത് കഴിച്ചാ പോരെ? അമ്മ അപ്പൊ എന്തെങ്കിലും ചൂടാവും എന്തെങ്കിലും ചെയ്താ? ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നെ കുറെ വഴക്കൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. ഞാൻ എടുത്തോണ്ടൊന്ന് കൊടുക്കുകയും ചെയ്തു. ഈ വയ്യായ്മയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ വരും. അമ്മായി അത് കാര്യാക്കണ്ട. എടി എന്നാലും വെറുതെ നിൽക്കുവോന്ന് ഇവിടെ വീട്ടിൽ എന്തെല്ലാം പണികളുണ്ട്, അതിനിടയ്ക്ക് വന്ന് അതെടുക്ക് ഇതെടുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുമോ? അതിവിടെയും അങ്ങനെയൊക്കെ കുടിക്കാൻ കൊടുത്താ എന്തുണ്ട് പിന്നെ? ഓ ഇങ്ങനെയൊക്കെ പോന്ന്. ഞാൻ ഈ ബാലരാമപുരത്ത് പോയിട്ട് അമ്മാവ എന്തൊക്കെ വിളിച്ച് പറഞ്ഞ? എടാ അങ്ങേരെ അവിടെ ഉണ്ട്, എങ്ങും പോയിട്ടൊന്നുമില്ല. ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. വീട്ടിൽ തന്നെ ഉണ്ട്. രണ്ടും കൂടെ ചെറിയൊരു കശപിശ. എടാ നീ പറഞ്ഞ അങ്ങേര് കേൾക്കും. നീ അങ്ങോട്ട് വന്ന് ഒന്ന് ഉപദേശിക്കേ. ശരി, ഞാൻ എന്തായാലും ഉച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഇതൊന്ന് തങ്കത്തിന്റെ അടുത്ത് പറയണം. അമ്മായി കാപ്പി കുടിക്കാൻ, എന്നിട്ട് നമുക്ക് രണ്ടും കൂടെ ചേച്ചി എടുത്ത് പോവാം. വിഷമിക്കല്ലേ, ഏട്ടൻ വന്ന് സംസാരിക്കും. ശരി. അമ്മാവനൊക്കെ ആയിരിക്കും, പക്ഷെ ഇങ്ങനെ കൂറാച്ച സ്വഭാവം കാണിച്ച ഏത് പെണ്ണുങ്ങൾ സഹിക്കും? ഓർമ്മയില്ലേ പണ്ട് ഞാൻ ഇട്ടുവിട്ട് വെച്ചിരുന്നൊരു പോൺസ് കുപ്പിക്കകത്ത് പൈസ ഒക്കെ കിട്ടും, ആരെങ്കിലും തരുന്ന പൈസ കിട്ടി വയ്ക്കൂടി. ഒരു ദിവസം 1 പറഞ്ഞ് 2 ദേഷ്യം വന്നിട്ട് അമ്മാവ ഒറ്റ കയറി എടുത്ത്. ശരിയാ ഭയങ്കര ദേഷ്യ. പക്ഷെ ബേസിക്കലി ആളൊരു പാവമാണ്. നിങ്ങൾ രണ്ടുപേരും മരുമക്കളാണെങ്കിലും പറയാം. ഞാനും രക്തബന്ധം പോലും ഇല്ലേ. എന്നെ എന്തൊക്കെ പറയാറുണ്ട് അമ്മാവൻ. കണ്ണ് പൊട്ടണ ചീത്ത വിളിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടമാട്ടോ അതൊക്കെ. അങ്ങനെ ചോദിക്കാനും പറയാൻ ഒരാളുണ്ടെന്ന് ഓർക്കാമല്ലോ. അയ്യോ പാവം. എന്ത് ചോദിക്കാനും പറയാൻ ആളില്ലാതിരിക്കുവാണ്. അപ്പൊ ഇവൻ എന്തിരിക്കണതാ? ഏട്ടനുണ്ട്, പക്ഷെ തലമൂത്ത ഒരാൾ വന്ന് ചോദിക്കുമ്പോ അതിന് വേറെയാണ്. അമ്മാവൻ ഇനി അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇവളോട് ചോദിച്ചിട്ടാണ്. അപ്പുറത്ത് അമ്മ ഉണ്ടല്ലോ തലമൂത്തതായിട്ട്, അമ്മ ചോദിക്കൂലേ? അമ്മ ഇപ്പൊ ചോദിക്കും. അമ്മ ചോദിക്കുന്നത് നല്ല ചോദ്യമാണ്. ചേച്ചിക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവും. ചേച്ചി ഇനി ഇതിന് തർക്കിക്കാൻ നിൽക്കും. അല്ലെങ്കിലും നീ അങ്ങനെ തന്നെയാണ്. ഒരു താളത്തിന് അങ്ങ് പറയുകയാണ്. താളവട്ടം ഇല്ലേ? താളവട്ടം പിന്നെ താളവട്ടം. മറ്റേ മോഹൻലാല് മറ്റേ പാട്ടുകാരനായിട്ട് അഭിനയിക്കുന്നത്. പാട്ടുകാരനല്ല. ലാസ്റ്റ് നിങ്ങൾ എന്തോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? സിനിമാ കഥ മോഹൻലാലിന്റെ. അല്ലടി
ഇവൻ കളിച്ചോണ്ടിരുന്ന കാറ് കാണുന്നില്ലെന്ന്. ഇവന്റെ കാർ അമ്മയുടെ കട്ടിലിന്റെ അടിയിൽ കിടപ്പുണ്ട്. ഇതിന്റെ കഷ്ടം തന്നെ എന്തായാലും. ഇവിടെ കുറെ പെണ്ണുങ്ങൾ കിടപ്പുണ്ട്. ഷോ, ഭർത്താവിന്റെ സ്ഥാനം എന്താണെന്ന് അറിഞ്ഞൂടാ. ഭർത്താവിന് എന്തെങ്കിലും വയ്യാഴിക വന്നാൽ അത് ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയും. യാതൊരു ശ്രദ്ധയും ഇല്ലാത്ത കുറെ പെണ്ണുങ്ങൾ. എന്തോ പറയാനാ അല്ലേ? അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഇവർ വേണ്ടേ കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദമാക്കാനുള്ളത്? അല്ല, അവർ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസ കൊണ്ട് ചാപ്പാടടിക്കുന്നത്. ഇതൊന്നും അറിഞ്ഞൂടാ. കഷ്ടമാണ്. വാ അമ്മൂമ്മ, വാ. ചിന്നെ കൊണ്ട് ഒന്ന് പോയി നോക്കത്തുമില്ല. വാ. കൊള്ളാം കേട്ടോ. ആരോടും പറയരുതെന്ന് പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞതല്ലേ? നിങ്ങൾ അതിന് ചേച്ചിയോട് പറഞ്ഞേ? ഇത് വിശ്വാസവഞ്ചനല്ലേ നിങ്ങൾ കാണിച്ചത്? ചേച്ചിയോട് പറയരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? ആര് പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു കാര്യം പറയുന്നത്? നിങ്ങൾ പറയാതെ പിന്നെ എങ്ങനെ ചേച്ചി അറിയുന്നേ? ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാ. ഞാൻ ഇനി ഇവിടെ ഇരുന്ന ചേച്ചി ഇനി ഓരോന്ന് പറഞ്ഞോണ്ട് വരും. ഞാൻ പോവാ. അങ്ങനെ പോവല്ലേ, കഴിച്ചിരുന്നെങ്കിലും പോവാലോ. വേണ്ട, നിനക്ക് പറ്റുമെങ്കിൽ നീ മാമനെ വന്നൊന്ന് ഉപദേശിക്ക്. ഞാൻ പോവാ. ഞാൻ വരാം. അമ്മായി പോലെ തൃപ്തിയായല്ലോ. ചേച്ചി തന്നെ, ചേച്ചി തന്നെ. ഞാനെങ്ങനാവും? ഞാൻ ഇപ്പോഴല്ലേ കേട്ടത്. ചേച്ചി ഇതിനിടയ്ക്ക് എപ്പോഴും ഇവിടെ നിന്ന് എഴുന്നേറ്റ് മാറിയായിരുന്നല്ല. ആ വടി ഞാൻ എഴുന്നേറ്റ് പോയിട്ട് ഞാൻ നാട് തന്നെ നടന്നിട്ടാ വന്നത്. നീ തന്നെ ആയിരിക്കും. ഇതെന്ത് നോക്കി എന്നോട് വിശ്വസിച്ച ഒരാളൊരു കാര്യം പറഞ്ഞ ഈ ലില്ലി പുറത്ത് പറയത്തില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. സുലിച്ചേച്ചി ഇങ്ങനെ വിശ്വസിച്ച് പറയാൻ എന്തെല്ലാം കാര്യങ്ങൾ എന്നോട് വന്നു. ചേച്ചി എന്തൊക്കെ കാര്യങ്ങൾ എന്നോട് പറയാറുണ്ട്. ഏട്ടനായിരിക്കും പറഞ്ഞത്. പിന്നെ എനിക്കല്ലേ ജോലി. ഞാൻ അമ്മയുടെ അടുത്ത് പോയിരിക്കണം. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടാണ്. പിന്നെ അമ്മ എന്താ കബഡി നേരത്തെ അറിഞ്ഞോ? നമുക്ക് അമ്മയോട് ചോദിക്കാന്നേ. ആ ചോദിക്കണം. ആരെയും കൊണ്ട് ഇഷ്ടപ്പിച്ചെന്നൊന്നും അറിയാം. ഞാനല്ല, അതെനിക്കറിയാം. ആ പിന്നെ അതറിയട്ടെ, അറിയട്ടെ ഏട്ടാ. കുറച്ച് പെട്രോൾ ഒഴിക്കുക. ഇനി പോവാ. കൊള്ളത്തില്ലേ? കാർ കൊള്ളത്തില്ല. ഇത് അപ്പൂപ്പ എനിക്ക് കളിക്കാൻ വേണ്ടി വാങ്ങിച്ചു തന്നതാ. ഇത് ഇയാൾക്ക് മാത്രല്ല, എനിക്കും കളിക്കാം. പട്ടക്കാറ് ഞങ്ങളുടെ കൊച്ചിന് മിനി കൂപ്പർ ഉണ്ടല്ലോ, മിനി കൂപ്പർ. ആണോ? ഇത് മിനി കൂപ്പർ തന്നെ. ഇത് പന്നക്കാറ്. ഞങ്ങളുടെ കൊച്ചിന്റെ അതിനകത്ത് ലൈറ്റ് ഒക്കെ ഉണ്ട്. ഇതിൽ ലൈറ്റ് ഉണ്ട്. ദാണ്ടി വെള്ള കളർ സാധനം കണ്ടാ? ലൈറ്റ് ഉണ്ട്. എന്റെ ഇതിനേക്കാൾ വലിയ കാറുണ്ട്, മഞ്ഞക്കാറ്. ഞാൻ എടുക്കും. ഓ, എന്റെ പറയാൻ വന്നേക്കരുത്. ചുമ്മാ അറിയുന്നേ അമ്മമ്മേ, വലുതൊന്നും ഇല്ല. ഞാൻ പോയി നോക്കിയിട്ട് വരാം. അമ്മേ, അമ്മേ സത്യം പറ. അമ്മേനോട് ആരാത് പറഞ്ഞത്? അമ്മാവൻ ബാലരാമപുരത്ത് പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഉണ്ടെന്നും അമ്മാവനും അമ്മായും തമ്മിൽ എന്തോ വഴക്കാണെന്നും അമ്മാവന് പനിയായിട്ടിരുന്നപ്പോ അമ്മായി മരുന്നെടുത്ത് കൊടുത്തിട്ടില്ല എന്നൊക്കെ ഉള്ള കാര്യം അമ്മയുടെ താരാമെന്ന് പറഞ്ഞത്. എന്റെ ദൈവമേ, ഞാൻ ഇപ്പൊ അറിയുന്നതൊക്കെ. ഞാനൊന്നും അറിഞ്ഞില്ല. എന്റെ ചെറുക്കൻ എന്താ പറ്റിയത്? അപ്പൊ അമ്മ ഒന്നും അറിഞ്ഞില്ലായിരുന്നോ? ഇല്ലടാ, ഞാൻ ഇപ്പൊ തന്നെ അറിയുന്നത് ഇതൊക്കെ. വേണ്ട, അല്ലെങ്കിലും ആ ഗിരി എന്ന് പറയുന്നുണ്ടല്ലോ, ആളത്ര ശരിയല്ല. എന്റെ ചെറുക്കൻ എന്ത് സംഭവിച്ചാലും ശരി, നമുക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല അതില്. സത്യം അറിഞ്ഞില്ലേ? എന്നാണ് ഞാൻ അറിഞ്ഞില്ലേ? അത് പച്ചക്കള്ളോ അമ്മ. അമ്മ അടുത്ത് ആരോ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അമ്മ ഞങ്ങളെല്ലാം അവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ വന്ന് പറയത്തില്ല. അമ്മ എന്തോ വന്ന് പറഞ്ഞത്, ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും വരുമ്പോൾ ഭാര്യമാര് ശ്രദ്ധിക്കണമെന്ന്. അമ്മ എന്തോരം വിഷമിച്ചാന്നറിയോ ഇറങ്ങിപ്പോയത്? എന്റെ പൊന്നടി, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അതൊന്നും അല്ല കാര്യം. ഞാൻ നിന്റെ കാര്യമാ പറഞ്ഞത്. അല്ല, എന്റെ ചെറുക്കന്റെ കാല് തട്ടിയപ്പോ ഒരു തിരി തൈലം ഇട്ട് കൊടുക്കാൻ. അപ്പൊ നീ എന്തോ പറഞ്ഞത്? എന്റെ ഇപ്പൊ കൈ ഒഴിയത്തില്ല, അമ്മ അങ്ങോട്ട് ഇട്ട് തരട്ടെന്ന്. എനിക്കത് അതാണോ പറഞ്ഞത്? അതാണോ പറഞ്ഞത്? ആ സത്യം. അതെന്തായാലും ഇപ്പൊ അറിയാൻ കഴിഞ്ഞല്ലേ എന്റെ ചെറുക്കൻ എന്ത് പറ്റിയെന്നുള്ളത്. ഞാൻ ഇപ്പൊ തന്നെ ഞാൻ അവളെ ഫോൺ ചെയ്ത് വിളിക്കും. അല്ലല്ലല്ല, ഇനി ആരും ഒന്നും പറയണ്ട. അത് എത്ര കൊള്ളത്തില്ലല്ലോ ഇല്ലാ വചനം പറഞ്ഞോണ്ടാ. ഉണ്ടായോ നിനക്ക്? ഉണ്ടായോ? നീയാണ് കാരണം, അല്ലാതെ എന്തുവാ? ഏട്ടൻ തന്നെയാ കാരണം.